ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ ലത്തീൻ സഭ. സർക്കാരിന്റെ നടപടി വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുമെന്ന് സഭാ വക്താവ് ജോസഫ് ജൂഡ പറഞ്ഞു. സാമ്പത്തിക നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാർ ദുർച്ചെലവുകൾ കുറയ്ക്കണം. ചോദിക്കുന്ന ചോദ്യത്തിനല്ല മന്ത്രി വി അബ്ദുറഹ്മാന്റെ മറുപടിയെന്നും ജോസഫ് ജൂഡ് മീഡിയ വണിനോട് പറഞ്ഞു. ഈ സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന സ്കോളർഷിപ്പുകളാണ്. അവയൊക്കെയാണ് ഇപ്പോൾ വളരെ ഏകദേശം ഒരു 50% വെട്ടിക്കുറച്ചിരിക്കുന്നത്. അത് പ്രതീക്ഷിച്ച് വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഗുരുതരമായി ബാധിക്കും. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. സംസ്ഥാനത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, നിസ്സഹായ മനുഷ്യരെ പ്രയാസത്തിലാക്കുന്ന നടപടികൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സാമ്പത്തിക നിയന്ത്രണമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ സാമ്പത്തിക നിയന്ത്രണം അനിവാര്യമായി വേണ്ടുന്ന ധാരാളം മേഖലകൾ നമ്മുടെ മുൻപിലുണ്ട്. അവിടെയൊക്കെ സാമ്പത്തിക ദുർവ്യയം നടക്കുമ്പോൾ അടിസ്ഥാന ജനസമൂഹത്തെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ മാത്രം കടുത്ത സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരുന്നതിന് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഇവരുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവമായ രീതിയിൽ അവർ ചർച്ച ചെയ്യുകയും അത് ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദുർബല ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് ഗൗരവം കാണിക്കുന്നില്ല. അവിടെ മുഴുവൻ സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരുന്നു. അവയുടെ പ്രവർത്തനങ്ങൾ പ്രയാസത്തിലാകുന്നു. ഇത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? സിജോ വിജോൺ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിൽ ഇപ്പോൾ ലത്തീൻ സഭ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇക്കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ലത്തീൻ സഭ പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഈ തരത്തിൽ വലിയ രീതിയിൽ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്ന സാഹചര്യം അത് വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിരവധി വിദ്യാർത്ഥികളിൽ നിന്ന് ഇത്തരത്തിൽ സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ അവരുടെ വിദ്യാഭ്യാസമായി മുന്നോട്ട് പോകുമ്പോഴാണ് യാതൊരു മുന്നറിയിപ്പും അല്ലാതെ ഇത്തരത്തിൽ സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ലത്തീൻ സഭ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇതൊരു തുടക്കമായിട്ടാണ് സഭ കാണുന്നത്. ഈ രീതിയിൽ ഇപ്പോൾ ഇത് താൽക്കാലികമായി വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇനി വരുന്ന ബജറ്റുകളിലും ഈ ഫണ്ട് കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നുള്ളൊരു ആശങ്കയും അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവർക്ക് നൽകുന്ന ക്ഷേമപ്രവർത്തനത്തിനുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നുള്ളൊരു കാര്യവും പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ചെലവുകൾ ചുരുക്കി സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുമ്പോൾ മറ്റു തലത്തിൽ വലിയ രീതിയിൽ ദുർച്ചെലവുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ മന്ത്രിമാരുടെ ശമ്പളമാണെങ്കിൽ, അല്ലെങ്കിൽ ജീവനക്കാരുടെ ശമ്പളമാണെന്നുണ്ടെങ്കിൽ, അവരുടെ യാത്രാ സൗകര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ തന്നെ കൂട്ടുകയും അതേസമയം തന്നെ ഇവർക്ക് നൽകേണ്ട ഈ തുക കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം, മന്ത്രിക്കെതിരെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മീഡിയ വൺ വാർത്ത നൽകിയതിന് പിന്നാലെ മന്ത്രി ഇതിൽ വിസ്തീർണം നൽകിയിരുന്നു. ഈ തുക നൽകിയ കാര്യത്തിലുള്ള കാര്യം മാത്രമാണ് പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇത് വെട്ടിക്കുറച്ചതിനെ കുറിച്ചുള്ള മറുപടി ഈ വിസ്തീർണത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ മറുപടിയും ഈ സഭ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്.